നമസ്കാരം. ഇന്ന് ഡിസംബർ 24, ക്രിസ്മസ് സായാഹ്നം. അതെ, പുറത്ത് നല്ല തിരക്കാണ്. ആഘോഷങ്ങളുടെ ഒരു അവസാനവട്ട ഒരുക്കം. സമ്മാനങ്ങൾ പൊതിയുന്നു, നാളത്തെ വിരുന്നിനെക്കുറിച്ച് ആലോചിക്കുന്നു. എല്ലാം ഒരു ക്ലൈമാക്സിലേക്ക് എത്തുന്നത് പോലെ. ശരിയാണ്. പക്ഷേ ഈ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്രയെക്കുറിച്ച്, ആ യാത്ര ആസ്വദിക്കാൻ നമുക്ക് സമയം കിട്ടുന്നുണ്ടോ? അതൊരു നല്ല ചോദ്യമാണ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയത്തിന് ഈ ചോദ്യങ്ങളുമായി ഒരുപാട് ബന്ധമുണ്ട്. നിങ്ങൾ പങ്കുവച്ച ഈ വിഷയമാണ് ആഗമനകാലം അല്ലെങ്കിൽ അഡ്വെന്റ്. വളരെ ശരിയായ ഒരു തുടക്കമാണത്. കാരണം അഡ്വെന്റ് എന്ന് കേൾക്കുമ്പോൾ പലരും അതൊരു ക്രിസ്ത്യൻ ആചാരം മാത്രമായിട്ടാണ് കാണുന്നത്. അതെ അതെ. എന്നാൽ നിങ്ങൾ നൽകിയ ഈ ഉറവിടങ്ങൾ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരു ആചാരത്തിനുമപ്പുറം നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നത്തിനുള്ള ഒരു മറുമരുന്നാണെന്നാണ്. ഏത് പ്രശ്നത്തിനാണ്? എല്ലാം തൽക്ഷണം കിട്ടണം എന്ന വാശിയില്ലേ നമുക്ക്? ഓ ഉണ്ട്, തീർച്ചയായും. ആമസോണിൽ ഓർഡർ ചെയ്താൽ മണിക്കൂറുകൾക്കുള്ളിൽ സാധനം വീട്ടിലെത്തും. ഒരു സംശയമുണ്ടെങ്കിൽ ഗൂഗിളിനോട് ചോദിച്ചാൽ മതി, ഒരു സെക്കൻഡിൽ ഉത്തരം കിട്ടും. അതെ, ഈ തൽക്ഷണ സംസ്കാരം അല്ലേ? ഇമ്മീഡിയറ്റ് കൾച്ചർ. അത് തന്നെ. ഈ സംസ്കാരം നമ്മളെ ശരിക്കും സഹായിക്കുകയാണോ, അതോ നമ്മളറിയാതെ നമ്മളിൽ നിന്ന് വിലപ്പെട്ട എന്തെങ്കിലും തട്ടിയെടുക്കുകയാണോ? അതാണ് പ്രധാന ചോദ്യം. കാത്തിരിക്കാനുള്ള നമ്മുടെ കഴിവ് അത് നഷ്ടപ്പെടുന്നുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ട്. ഒരു കാര്യത്തിനു വേണ്ടി ക്ഷമയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതിലൊരു ഭംഗിയില്ലേ? ആ ഒരു മനോഭാവത്തെ തിരിച്ചുപിടിക്കാനുള്ളൊരു വഴിയാണോ ഈ അഡ്വെന്റ്? തീർച്ചയായും. അപ്പോൾ എന്താണ് ഈ ആഗമനകാലം? എവിടെ നിന്നാണിത് വന്നത്? അതിലുപരി ഈ 21ാം നൂറ്റാണ്ടിൽ മൊബൈൽ ഫോണിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഇതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? നമുക്കിതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാം. തീർച്ചയായും. നമുക്കാദ്യം ആ വാക്കിൽ നിന്ന് തന്നെ തുടങ്ങാം. അഡ്വെന്റ്. ഓക്കെ. ഈ വാക്ക് വരുന്നത് അഡ്വെന്റുസ് എന്നൊരു ലത്തീൻ വാക്കിൽ നിന്നാണ്. അഡ്വെന്റസ് എന്താണതിന്റെ അർത്ഥം? വരവ്. വളരെ ലളിതമാണ്. ദി അറൈവൽ അല്ലെങ്കിൽ വരവ് എന്ന് മാത്രം. ആരുടെ വരവ്? ഇവിടെയാണ് അതിന്റെ ഭംഗി. ഇത് യേശുവിന്റെ ജനനമാകുന്ന ആദ്യത്തെ വരവിനെയും പിന്നെ ലോകാവസാനത്തിലുണ്ടാകുമെന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന രണ്ടാമത്തെ വരവിനെയും ഓർമ്മിപ്പിക്കുന്നു. ഓ, അപ്പൊ ഇത് രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ്, ഭൂതകാലത്തെയും ഭാവിയെയും. അതെ. ഇത് ബൈബിളില് ദൈവം ഇങ്ങനെ ചെയ്യണം എന്ന് കൽപ്പിക്കുന്ന ഒരു നിയമമൊന്നുമല്ല. അല്ലേ? അല്ല. മറിച്ച് കാലക്രമേണ സഭയിൽ രൂപപ്പെട്ടുവന്ന ഒരു നല്ല പാരമ്പര്യമാണ്. ഒരുപക്ഷെ മനുഷ്യന്റെ ഈ തിരക്കുകൂട്ടുന്ന സ്വഭാവത്തെ ഒന്ന് നിയന്ത്രിക്കാൻ അക്കാലത്തെ ആളുകൾ കണ്ടെത്തിയൊരു മാർഗമായിരിക്കാം. ഇതിന് നല്ല പഴക്കമുണ്ടെന്ന് തോന്നുന്നു. ഏകദേശം എപ്പോഴാണിത് തുടങ്ങിയത്? ഒരുപാട് പഴക്കമുണ്ട്. ഇതിന്റെ ആദ്യത്തെ രേഖകൾ കാണുന്നത് AD 380-ലാണ്. 380? 4-ാം നൂറ്റാണ്ടിൽ? അതെ, സ്പെയിനിൽ നടന്ന കൗൺസിൽ ഓഫ് സറഗോസയിലാണ്. അതായത് ഏകദേശം 1600 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു പാരമ്പര്യമാണിത്. കൊള്ളം. പക്ഷേ അതിന്റെ ചരിത്രപരമായ കണക്കുകളേക്കാൾ പ്രധാനം അന്നത്തെ ലോകത്ത് ആവശ്യമായിരുന്ന ഈ പതുക്കെ പോകൽ ഇന്നത്തെ ലോകത്തിന് അതിലേറെ ആവശ്യമാണെന്നതാണ്. ശരിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ തൽക്ഷണ സംസ്കാരത്തിലേക്ക് വരാം. താങ്ക്സ് ഗിവിംഗ് കഴിയുന്നതിനു മുൻപേ ക്രിസ്മസ് ലൈറ്റുകൾ ഇടുന്നതുപോലെ. അതെ. ഒരു സന്തോഷം മുഴുവനായി അനുഭവിക്കുന്നതിനു മുൻപേ അടുത്ത സന്തോഷത്തിനായി നമ്മൾ ഓട്ടം തുടങ്ങും. ഈ ഓട്ടത്തിനിടയിൽ നമുക്കെന്താണ് നഷ്ടപ്പെടുന്നത്? ജീവിതത്തിന്റെ ആഴം, ഒരു നിമിഷത്തിൽ പൂർണ്ണമായി ജീവിക്കാനുള്ള കഴിവ്. അപ്പോൾ നമ്മൾ പ്രശ്നം മനസ്സിലാക്കി. നമുക്ക് കാത്തിരിക്കാൻ അറിയില്ല. അതിനൊരു പരിഹാരമായി ഈ പുരാതനമായ ആചാരത്തെ നമ്മൾ കാണുന്നു. പക്ഷെ എങ്ങനെയാണിത് പ്രവർത്തിക്കുന്നത്? വെറുതെ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ബോറടിക്കില്ലേ? നല്ല ചോദ്യമാണ്. ഇതൊരിക്കലും ഒരു നിഷ്ക്രിയമായ കാത്തിരിപ്പല്ല, വെറുതെ ഇരിക്കലല്ല. പിന്നെയോ? മറിച്ച് വളരെ സജീവവും ലക്ഷ്യബോധമുള്ളതുമായ ഒന്നാണ്. നമ്മൾ പരിശോധിക്കുന്ന ഈ ലേഖനങ്ങളിൽ ഇതിന്റെ 3 പ്രധാനപ്പെട്ട തലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. 3 എണ്ണമോ? അതെ. ആരാധന, പ്രതീക്ഷ, പിന്നെ നമ്മുടെ ആഗ്രഹങ്ങളെ ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിടൽ. ഇതൊരു ലിസ്റ്റായി കാണുന്നതിനേക്കാൾ ഒന്നിനു പുറകെ ഒന്നായി സംഭവിക്കുന്ന ഒരു പ്രക്രിയയായി കാണുന്നതാണ് നല്ലത്. ഓക്കെ. അപ്പോൾ ആദ്യത്തെ പടി എന്നത് ആരാധനയാണ്, അഡൊറേഷൻ. സാധാരണ ആരാധന എന്ന് കേൾക്കുമ്പോൾ പള്ളിയിലെ പ്രാർത്ഥനയോ പാട്ടുകളോ ഒക്കെയാണ് ഓർമ്മ വരിക. ശരിയാണ്. ഇവിടെ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ആരാധന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശ്രദ്ധയെ ബോധപൂർവവും ഒരു കാര്യത്തിലേക്ക് കേന്ദ്രീകരിക്കുക എന്നതാണ്. ഫോക്കസ് ചെയ്യുക. അതെ. നൂറുകണക്കിന് കാര്യങ്ങളിലേക്ക് ചിതറിപ്പോകുന്ന നമ്മുടെ ശ്രദ്ധയെ തിരികെ കൊണ്ടുവരുന്നൊരു പ്രവൃത്തി. നിങ്ങൾ പങ്കുവച്ചൊരു കുറിപ്പിൽ വിശുദ്ധ അഗസ്റ്റിന്റെ വളരെ പ്രശസ്തമായൊരു ആശയം പറയുന്നുണ്ട്. എന്താണത്?
മനുഷ്യർ ചിന്തിക്കുന്ന ജീവികൾ എന്നതിലുപരി സ്നേഹിക്കുന്ന ജീവികളാണ്. സ്നേഹിക്കുന്ന ജീവികൾ. അതെ, നമ്മൾ എപ്പോഴും എന്തിനെയെങ്കിലും സ്നേഹിച്ചുകൊണ്ടിരിക്കും. അത് നമ്മുടെ ജോലിയാവാം, പണമാവാം, പ്രശസ്തിയാവാം, കുടുംബമാവാം, അല്ലെങ്കിൽ ദൈവമാവാം. നമ്മുടെ ഹൃദയം എന്തിനെയാണോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, അതാണ് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത്. അതായത് നമ്മൾ എന്തിനെ ആരാധിക്കുന്നുവോ നമ്മൾ അതായിത്തീരുന്നു എന്ന് പറയാം. എക്സാക്ട്ലി, അതുതന്നെ. ആഗമനകാലം പറയുന്നത് ഈ ക്രിസ്മസ് കാലത്ത് നിങ്ങളുടെ സ്നേഹത്തെയും ആരാധനയെയും അതിന്റെ യഥാർത്ഥ കേന്ദ്രത്തിലേക്ക്, അതായത് യേശുവിലേക്ക് തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കൂ എന്നാണ്. എങ്ങനെ? തിരക്കുമിടലിൽ നിന്നും ഫോണിലെ നോട്ടിഫിക്കേഷനുകളിൽ നിന്നും മനഃപൂർവ്വം മാറി നിന്ന് ക്ഷമയോടെ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാനൊരു സമയം കണ്ടെത്തുക. അതാണ് ആരാധനയുടെ ആദ്യപടി. ഓക്കെ. ഈ ശ്രദ്ധയെ തിരിച്ചു പിടിക്കുമ്പോൾ സ്വാഭാവികമായും അടുത്തൊരു കാര്യമുണ്ടാവുമല്ലോ. നമ്മൾ എന്തിനെയെങ്കിലും ശ്രദ്ധയോടെ നോക്കിയിരിക്കുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ തുടങ്ങും. അതാണോ അടുത്ത തലം? ആന്റിസിപ്പേഷൻ. അതെ, വളരെ കൃത്യമായി പറഞ്ഞു. ആരാധന സ്വാഭാവികമായും പ്രതീക്ഷയിലേക്ക് നയിക്കും. നിങ്ങളുടെ ലേഖനത്തിലെ ആ ബിരിയാണി കഥ ഇവിടെ വളരെ പ്രസക്തമാണ്. ആ ബിരിയാണിയുടെ ഉദാഹരണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അമ്മയോ ഭാര്യയോ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കുകയാണെന്ന് കരുതുക. അതിന്റെ മണം അടുക്കളയിൽ നിന്ന് വന്നു തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു പ്രതീക്ഷ വരുമല്ലേ? വരും, തീർച്ചയായും. കുറച്ചു കഴിഞ്ഞ് ഒരു സ്പൂൺ മസാല രുചിക്കാൻ തന്നാൽ എന്ത് സംഭവിക്കും? ആഗ്രഹം കൂടും, വിശപ്പ് കൂടും. അതെ, ആ ഒരു സ്പൂൺ മസാല വയർ നിറയ്ക്കാനല്ല, മറിച്ച് വരാനിരിക്കുന്ന ഗംഭീരമായ സദ്യയുടെ ഒരു വാഗ്ദാനമാണത്. എനിക്കിപ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. അതുതന്നെയാണ് കാര്യവും. ആഗമനകാലം പറയുന്നത് യേശുവിന്റെ ജനനം ആ ആദ്യത്തെ രുചി പോലെയായിരുന്നു എന്നാണ്. അത് ഈ ലോകത്തിന് വരാനിരിക്കുന്ന ഒരു വലിയ നന്മയുടെ, ഒരു പൂർണ്ണതയുടെ സൂചനയായിരുന്നു. നമ്മളിപ്പോൾ ജീവിക്കുന്നത് ആ പൂർണ്ണമായ ബിരിയാണിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. അതായത് ഈ ലോകം അവസാനമല്ല എന്നൊരു ഓർമ്മപ്പെടുത്തൽ. അതെ, ഈ ലോകത്തിലെ പ്രശ്നങ്ങളും വേദനകളും കാണുമ്പോൾ നിരാശപ്പെടാതെ ഇതിലും മികച്ച ഒന്നിനായി കാത്തിരിക്കാൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ പ്രതീക്ഷ. അപ്പോൾ ആരാധനയിലൂടെ നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുന്നു. ആ ശ്രദ്ധ പ്രതീക്ഷയ്ക്ക് ജന്മം നൽകുന്നു. ഈ പ്രതീക്ഷ നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോൾ അത് നമ്മുടെ ആഗ്രഹങ്ങളെയും ലക്ഷ്യങ്ങളെയും സ്വാധീനിക്കില്ലേ? അതാണോ മൂന്നാമത്തെ കാര്യം? നമ്മുടെ അഭിലാഷങ്ങളെ ലക്ഷ്യബോധമുള്ളതാക്കുന്നത്. എയിംസ് ആർ ലോങ്ങിങ്സ്. അതെ, നമ്മുടെ ഹൃദയം എന്തിനു വേണ്ടി കൊതിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശരിയാണ്. കൊതിയാണ് നമ്മുടെ തീരുമാനങ്ങളെയും ബന്ധങ്ങളെയും ജീവിത രീതിയെയും നിയന്ത്രിക്കുന്നത്. വിശുദ്ധ അഗസ്റ്റിന്റെ മറ്റൊരു വാചകം ഈ ഉറവിടം ഉദ്ധരിക്കുന്നുണ്ട്. ഏതാണത്? അങ്ങുന്നേ, അങ്ങ് ഞങ്ങളെ അങ്ങേക്കായി സൃഷ്ടിച്ചു. അങ്ങയിൽ വിശ്രമം കണ്ടെത്തുന്നതുവരെ ഞങ്ങളുടെ ഹൃദയം അസ്വസ്ഥമായിരിക്കും. അസ്വസ്ഥമായ ഹൃദയം. അതെ, നമുക്കെല്ലാവർക്കും ഉള്ളിലൊരു അസ്വസ്ഥതയുണ്ട്. ഒരിടത്തും തൃപ്തി വരാത്തൊരവസ്ഥ. പുതിയ ഫോൺ വാങ്ങിയാൽ കുറച്ചുനാൾ കഴിയുമ്പോൾ അടുത്ത മോഡലിനു വേണ്ടി കൊതിക്കും. ശരിയാണ്. ആഗമനകാലം ആ അസ്വസ്ഥമായ ഹൃദയത്തോട് പറയുകയാണ്, നിങ്ങൾ അന്വേഷിക്കുന്ന യഥാർത്ഥ വിശ്രമം ഇവിടെയല്ല, അത് വരാനിരിക്കുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ആഗ്രഹങ്ങളെയും കൊതിയെയും ആ വലിയ ലക്ഷ്യത്തിലേക്ക് തിരിച്ചുവിടൂ. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിന് കൂടുതൽ വ്യക്തതയും ലക്ഷ്യബോധവും വരുമെന്നാണോ? തീർച്ചയായും. ഈ ലോകത്തിലെ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഓടിത്തളരുന്നത് നമ്മൾ കുറയ്ക്കും. ഈ ആശയങ്ങളെല്ലാം കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷേ നമുക്ക് കുറച്ചുകൂടെ പ്രായോഗികമായി ചിന്തിക്കാം. അതെ. അതുകൊണ്ടാണ് ആഗമനകാലം ഒരു നിയമമല്ല, മറിച്ച് ഒരു ഉപകരണമാണെന്ന് പറയുന്നത്. ഒരു ചുറ്റിക പോലെ. അത് നമുക്ക് വീട് പണിയാനും ഉപയോഗിക്കാം, ഒരാളുടെ തലക്കടിക്കാനും ഉപയോഗിക്കാം. ഉപകരണം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് കാര്യം. ഇതിനെ സങ്കീർണമാക്കേണ്ട ഒരു കാര്യവുമില്ല. എങ്ങനെ ലളിതമാക്കാം? പാശ്ചാത്യ പാരമ്പര്യത്തിൽ ക്രിസ്തുമസിന് മുൻപുള്ള 4 ഞായറാഴ്ചകളിലാണ് ഇത് പ്രധാനമായും ആചരിക്കുന്നത്. ഓരോ ഞായറാഴ്ചയും ഓരോ മെഴുകുതിരി കത്തിക്കുന്ന ഒരു പതിവുണ്ട്. ആ മെഴുകുതിരികൾ പർപ്പിൾ നിറത്തിലുള്ളതൊക്കെ കണ്ടിട്ടുണ്ട്. അതെ, സാധാരണയായി 3 പർപ്പിൾ, 1 റോസ്, പിന്നെ നടുക്കൊരു വെള്ള മെഴുകുതിരിയും. ഈ നിറങ്ങൾക്കൊക്കെ പ്രത്യേക അർത്ഥമുണ്ടോ? ഉണ്ട്. പർപ്പിൾ സാധാരണയായി രാജത്വത്തെയും അനുതാപത്തെയും സൂചിപ്പിക്കുന്നു. 3-ാമത്തെ ഞായറാഴ്ചത്തെ റോസ് സന്തോഷത്തെയാണ് കുറിക്കുന്നത്. കാരണം ക്രിസ്മസ് അടുത്തെത്തിയതിന്റെ സൂചനയാണത്. ഓക്കെ. നടുവിലുള്ള വെള്ള മെഴുകുതിരി ക്രിസ്മസ് ദിവസം യേശുവിന്റെ ജനനത്തെ ഓർത്ത് കത്തിക്കുന്നതാണ്. അപ്പോ ഓരോ ആഴ്ചയും ഓരോ മെഴുകുതിരി കത്തിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അത്രയുള്ളൂ. അതെ. അതിനോട് ചേർന്നുള്ള ചില പ്രത്യേക ബൈബിൾ ഭാഗങ്ങൾ വായിക്കും.
ഇത് കുടുംബമായി ചെയ്യുമ്പോൾ ആ കാത്തിരിപ്പിൽ ഒരുമിച്ച് പങ്കുചേരുന്നതിന്റെ ഒരു സന്തോഷം കൂടിയുണ്ട്. കുട്ടികളെ ഇതിൽ എങ്ങനെ പങ്കാളികളാക്കാം? അവർക്ക് ഈ ഗൗരവമായ ആശയങ്ങളൊന്നും മനസ്സിലാവണമെന്നില്ലല്ലോ. തീർച്ചയായും. ഉറവിടത്തിൽ പറയുന്ന ആ ചോക്ലേറ്റ് കലണ്ടറുകൾ അങ്ങനെയുള്ളൊരു മാർഗമാണോ? അതെ, അഡ്വന്റ് കലണ്ടർ വളരെ രസകരമായ ഒരു മാർഗമാണ്. ഡിസംബർ 1 മുതൽ 24 വരെയുള്ള ഓരോ ദിവസത്തിനും ഓരോ ചെറിയ വാതിലുകളുള്ള ഒരു കലണ്ടർ. ഓരോ ദിവസവും ഓരോ വാതിൽ തുറക്കുമ്പോൾ അതിനുള്ളൊരു ബൈബിൾ വാക്യമോ ഒരു ചെറിയ ചിത്രമോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ചോക്ലേറ്റോ ഉണ്ടാകും. അത് കൊള്ളാം. ഓരോ വാതിൽ തുറക്കുമ്പോഴും ക്രിസ്മസിലേക്ക് ഒരു ദിവസം കൂടി അടുത്തു എന്ന ബോധം കുട്ടികളിൽ ഉണ്ടാക്കാൻ ഇത് സഹായിക്കും. കാത്തിരിപ്പെന്നത് ഒരു ശിക്ഷയല്ല, മറിച്ച് മധുരമുള്ള ഒന്നാണെന്ന് അവരെ പഠിപ്പിക്കാനുള്ള ഒരു എളുപ്പവഴിയാണിത്. അപ്പോൾ ഇതിന് കൃത്യമായ നിയമങ്ങളൊന്നുമില്ല, ഓരോരുത്തർക്കും അവരുടെ സാഹചര്യത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താമല്ലേ? തീർച്ചയായും. ഒരുപക്ഷേ എല്ലാ ദിവസവും രാവിലെ ഫോൺ എടുക്കുന്നതിനു മുൻപ് 5 മിനിറ്റ് ശാന്തമായിരുന്നു പ്രാർത്ഥിക്കുന്നത് ഒരാളുടെ അഡ്വന്റ് ആകാം. അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം കുടുംബം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും സംസാരിക്കുന്നതും. അതും ഒരു അഡ്വന്റ് ആകാം. നിങ്ങളുടെ ആരാധനയെയും പ്രതീക്ഷയെയും യേശുവിലേക്ക് തിരികെ കൊണ്ടുവരാൻ എന്ത് സഹായിക്കുന്നുവോ അതാണ് നിങ്ങളുടെ മാർഗം. മനസ്സിലായി. പ്രധാന കാര്യം, നമ്മൾ ബോധപൂർവം വേഗത കുറയ്ക്കുന്നു, നമ്മുടെ ശ്രദ്ധയെ നിയന്ത്രിക്കുന്നു, വരാനിരിക്കുന്ന നല്ല കാര്യത്തിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു എന്നതാണ്. എല്ലാ തെറ്റുകളും ശരിയാക്കപ്പെടുന്ന ഒരു ദിവസത്തിനായി കൊതിക്കാനുള്ള ഒരു പരിശീലന കലരി. അപ്പോൾ നമ്മൾ തുടങ്ങിയത് നമ്മുടെ തൽക്ഷണ സംസ്കാരത്തിൽ നിന്നാണ്. അതിനൊരു മറുമരുന്നായി അഡ്വന്റ് എന്ന പുരാതന പാരമ്പര്യത്തെ നമ്മൾ പരിചയപ്പെട്ടു. അതെ. ഇതൊരു നിയമമല്ല, മറിച്ച് നമ്മുടെ ശ്രദ്ധയെയും സ്നേഹത്തെയും ശരിയായ ദിശയിലേക്ക് തിരിക്കാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണെന്ന് മനസ്സിലാക്കി. ആരാധന, പ്രതീക്ഷ, അഭിലാഷങ്ങളെ ലക്ഷ്യബോധമുള്ളതാക്കൽ. അതെ, ചുരുക്കത്തിൽ അഡ്വന്റ് എന്നതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഒരു ഓർമ്മപ്പെടുത്തൽ. നിങ്ങൾ തിരക്കിട്ട് ഓടുന്ന ഈ ജീവിതത്തിൽ നിങ്ങൾ ശരിക്കും എങ്ങോട്ടാണ് ഓടുന്നതെന്ന് ഒരു നിമിഷം നിന്ന് ചിന്തിക്കാനുള്ള ഓർമ്മപ്പെടുത്തൽ. നിങ്ങൾ കാത്തിരിക്കുന്നത് ആമസോൺ പാക്കേജിനു വേണ്ടിയാണോ അതോ അതിലും വലിയ എന്തിനെങ്കിലുമാണോ എന്ന ചോദ്യം സ്വയം ചോദിക്കാനുള്ള ഒരവസരം പങ്കുവെച്ചുകൊണ്ട് നിർത്താം. നമ്മൾ സംസാരിച്ച ഉറവിടങ്ങൾ പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നവരെക്കാൾ ഉപരി സ്നേഹിക്കുന്നവരാണ് എന്നാണ്. നമ്മുടെ ആഗ്രഹങ്ങളും സ്നേഹവുമാണ് നമ്മളെ നമ്മളാക്കുന്നത്. ശരിയാണ്. ഇന്ന് ഈ ക്രിസ്മസ് രാവിൽ ഒരു നിമിഷം ശാന്തമായിരുന്ന് ചിന്തിക്കുക. കഴിഞ്ഞ ഒരു മാസത്തെ നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ശീലങ്ങൾ, നിങ്ങളുടെ തിരക്കുകൾ, നിങ്ങൾ കാത്തിരുന്ന കാര്യങ്ങൾ, നിങ്ങൾ കൊതിച്ച കാര്യങ്ങൾ, ഇതെല്ലാം വെച്ചൊന്ന് വിലയിരുത്തിയാൽ നിങ്ങളുടെ ഹൃദയം യഥാർത്ഥത്തിൽ എന്തിനെയാണ് സ്നേഹിക്കുന്നതെന്നും ആരാധിക്കുന്നതെന്നും നിങ്ങൾക്ക് തോന്നുന്നു? ആ ഉത്തരം ഒരുപക്ഷെ നമ്മളെ അത്ഭുതപ്പെടുത്തിയേക്കാം.